വലിയ കത്തിക്കലല്ല, എന്നാലും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ലാലായിട്ട് തൂക്കി ഒന്നും പറയാം. ഇതുകൊണ്ട് നിർത്തുന്നതായിരിക്കും ഭേദം എന്ന് തോന്നുന്നു. ഇൻഡസ്ട്രീറ്റ് വാഴയും ലോകം എല്ലാം തൂക്കും. അണ്ണൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമുക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല. അമ്മാതിരി ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു. ആക്ടർ എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചേ. ഇതിലെ ത്രില്ലിംഗ് എലിമെന്റ്സിന്റെ ഡ്യൂറേഷൻ കുറവാണ്, പക്ഷെ നല്ല കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. പാട്ടം അടിപൊളി. നമുക്ക് എന്താ പറയാ, നമ്മളെ ഇമോഷണലി ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമുക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല. അമ്മാതിരി ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു. മസ്റ്റ് വാച്ച് ആ തിയേറ്റർ. ദൃശ്യം 1-നെക്കാളും 2-നെക്കാളും കൊള്ളാം. അതങ്ങനെ പറയാ, നമുക്ക് ജിത്തു ജോസഫിനെ അറിയാലോ. നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ ആ പാറ്റേൺ അതേപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി മുമ്പേ പുള്ളിക്കാരൻ ക്ലൈമാക്സ് കത്തിച്ചോ? ക്ലൈമാക്സ് ലാലായിട്ടും തൂക്കി. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഭയങ്കര ലെങ്തി ഫീൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അല്ല, ഫസ്റ്റ് ഇന്റർവെല്ലോട്ട് പടം കേറുന്നുണ്ട്. ഇന്റർവെല് മറ്റേ ബിൽഡിംഗ് ആണ്, ഫാമിലി പരിപാടി സെറ്റപ്പ് ആണ്. പക്ഷെ ഇന്റർവെല്ലില് പടം പീക്ക് നമ്മളിവിടെ കാണാത്തൊരു ജോർജ് കുട്ടിയാണ് കാണുന്നത്. ഫസ്റ്റിലും സെക്കൻഡിലും കാണാത്ത ജോർജ് കുട്ടിയല്ലേ? അതെ അതെ, ക്യാരക്ടർ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് ഭയങ്കര കൺവിൻസ് ആയി. കാരണം ആ ക്യാരക്ടർ മാറുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര. ബാക്കി ക്യാരക്ടേഴ്സ് കുറച്ചൊക്കെ മാറുന്നുണ്ട്, ഷെയ്ഡൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കിയല്ല, ഇത് കൂടുതലും ജോർജ് കുട്ടിയിലെ ഫോക്കസ്. ഫുൾ പടം ജോർജ് കുട്ടിയിലെ ഫുൾ ഫോക്കസ് ആയി പോകുന്നത്. ജോർജ് കുട്ടിയുടെ ഷോ ആണ്. ഏട്ടൻ തൂക്കി. അപ്പൊ ഇൻഡസ്ട്രീറ്റ് വാഴയും ലോകം എല്ലാം തൂക്കും. അണ്ണൻ ലാലായിട്ട് തൂക്കി ഒന്നും പറയില്ല. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ഇതിനായിട്ട് കാണാത്തൊരു ജോർജ് കുട്ടിയായിരുന്നു. ഒരു കത്തിക്കലുണ്ട്, പൊളി. ആ ഇന്റർവെൽ ട്വിസ്റ്റ് ഒക്കെ എല്ലാം പൊളി. കാണാം, പക്ക വർക്ക് വാച്ചാണ്. സൂപ്പർ. നല്ല ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്ത ലെവൽ സിനിമ വന്നു. 1-നെക്കാട്ടിലും 2-നെക്കാട്ടിലും കൊള്ളാമോ? കുഴപ്പമില്ല. അവര് കുറച്ച് സ്റ്റോറി ട്രാക്ക് ചെയ്തു, പക്ഷെ നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ട്രാഗ് ആയിരുന്നു. കുറച്ച്. സെക്കൻഡ് ഹാഫ് പക്ഷെ നല്ല അടിപൊളി. ക്ലൈമാക്സ് 20 മിനിറ്റ് ഭയങ്കര ഒരു ഹൈ ആയിരുന്നു. അല്ല, ക്ലൈമാക്സ് വർത്തിട്ടായിരുന്നു. അല്ല, അതാ ക്ലൈമാക്സ് 20 മിനിറ്റ്സ് പക്ക ഒരു വർത്തിട്ട്. നല്ല വർത്തിട്ട്. പടം നല്ല സിനിമയായിരുന്നു. നമ്മുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഡ്രാമ ഓറിയന്റഡ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റിലെയും സെക്കൻഡിലെയും പോലെയല്ല, കൂടുതൽ ഡ്രാമയാണ്. ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ നമുക്ക് കുറെ ലെങ്തി ആയിട്ടുള്ള ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ട്. ഇതിലെ ത്രില്ലിംഗ് എലിമെന്റ്സിന്റെ ഡ്യൂറേഷൻ കുറവാണ്, പക്ഷെ നല്ല കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. കുറച്ചും കൂടി പെർഫോമൻസ് ഡ്രിവൺ ആണ്. ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡ് മാറുന്നുണ്ട്, അതാണ് ഏറ്റവും. നമ്മൾ ഇതിലൂടെ കാണാത്തൊരു ജോർജ് കുട്ടിയല്ലേ കാണുന്നത്. അപ്പൊ ജോർജ് കുട്ടിയുടെ ഷെയ്ഡ് മാറുന്നുണ്ട്. ഒരു സ്പോയിലർ ആണ്, അതുകൊണ്ട് പറയുന്നില്ല. എന്നാലും ഒരുവിധപ്പെട്ട കുറെ ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡ് മാറുന്നുണ്ട്. കുറെ ക്യാരക്ടേഴ്സ് ഷെയ്ഡ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്യാരക്ടേഴ്സിന്റെ തിരിച്ചു വരവുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. ഇല്ല, ഫസ്റ്റ് ഹാഫ് നമ്മൾ ആക്ച്വലി ഇതൊരു പുതിയ സിനിമയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതൊരു തേർഡ് പാർട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ പഴയ പാർട്ടിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഇങ്ങനെയുണ്ട്. അത് ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് മുഴുവനുള്ള ഒരു ക്യൂരിയോസിറ്റി തരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുമല്ലോ ദൃശ്യം 3 എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ ഒരു മൊമെന്റ് നമ്മൾ അങ്ങനെ വിടില്ല, നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് തന്നെ പടത്തിലിരിക്കും. ഒരു നല്ല അനുഭവമാണ് മൊത്തത്തിൽ സിനിമ. നല്ല സിനിമ, ഗുഡ് മൂവി. ഫസ്റ്റ് സെക്കൻഡിനെക്കാളും കൊള്ളാമോ? ഇല്ലല്ല, ഫസ്റ്റ് തന്നെയാണ് ടോപ്പ് ഇപ്പോഴും. പക്ഷേ നോർമൽ ഒരു നല്ല രീതി, ഇന്റർവെൽ കൊള്ളാം, ക്ലൈമാക്സ് കൊള്ളാം. ആ ഒരു രീതി നല്ലൊരു. ഓരോ സീൻ കാണുമ്പോഴേ അടുത്ത സീൻ എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടോ? വലുതായിട്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെയാണെന്ന് തോന്നും. ഇടയ്ക്ക് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് 20 മിനിറ്റ്സ് ആണോ കത്തിച്ചേക്കുന്നത്? വലിയ കത്തിക്കലല്ല, എന്നാലും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇന്റർവെൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് പുള്ളിയുടെ സിനിമ അങ്ങനെയാണല്ലോ, ക്ലൈമാക്സ് ട്രെയിലുണ്ട്, എല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ട് തേർഡ് കാണാൻ പറ്റില്ല. എല്ലാവരും കുറെ പേരുടെ റിവ്യൂ ഇതൊക്കെ കണ്ട് വലിയ സംഭവങ്ങളൊക്കെ അത്ര ഇല്ല, പക്ഷെ സാധനം കൊള്ളാം, ടോട്ടലി കൊള്ളാം. ഫോർത്തിന് ചുമ്മാ എല്ലാം കഴിഞ്ഞിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ടോട്ടലി വൈസ് പടം കൊള്ളാം. നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു എഴുച്ചിലുണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് കയറിയിട്ടുണ്ട്. ക്ലൈമാക്സ് 20 മിനിറ്റ്സ് പക്ക അല്ലേ? ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഓവറോൾ ഫസ്റ്റിനെക്കാളും സെക്കൻഡിനെക്കാട്ടിലും കൊള്ളാമോ? ഇതൊരു വേറെ ടൈപ്പ്. ഫസ്റ്റ് ഹാഫ് പക്ഷെ കുറച്ച് എഴിഞ്ഞു പോയതുപോലെ തോന്നി. അത് ദൃശ്യം 1 2 ആ ലെവല് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് തോന്നിയില്ല. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിച്ചായിരുന്നോ? ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ആയിരുന്നോ? ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഗ്രിപ്പ് എന്തായാലും കിട്ടിയിട്ടില്ല. ഇത് ഒരു മാസ് ജോർജ് കുട്ടി, സാധാരണക്കാരനായ ജോർജ് കുട്ടിയിൽ നിന്ന് മാറി ഒരു മാസ് ജോർജ് കുട്ടി, ഒരു സിനിമാറ്റിക് ഫിലിം സ്റ്റാർ മോഹൻലാൽ എന്ന ജോർജ് കുട്ടിയായി മാറിയതായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പ്രസന്റേഷൻ ആണ്, നന്നായിട്ടുണ്ട്. ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിച്ചോ?
ടെസ്റ്റ് കുറെയൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ ഒരു ഓവർ ട്വിസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്തു. എന്തായാലും കൊള്ളാം. അടുത്ത പാട്ടിന് വേണ്ടിയുള്ള ഒരു ഇതൊക്കെ കൊടുത്തേക്കുന്നത് എങ്ങനെയുണ്ട്, ഹിന്റ് ഒക്കെ കൊടുത്തേക്കുന്ന? അടുത്ത പാട്ടിനുള്ള ഹിന്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നിർത്തുന്നതായിരിക്കും ഭേദം എന്ന് തോന്നുന്നത്. കാരണം അടുത്ത പാട്ടും കൂടി ആകുമ്പോൾ മോർ മസാലയായി മാറാൻ സാധ്യതയുണ്ട്. എല്ലാ സിനിമയും പോലെ തന്നെ ഒരു അവസാനം ഭയങ്കര ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിനെക്കാട്ടിൽ മേളിലുണ്ടോ? അങ്ങനെ ഫസ്റ്റ് പാർട്ടിനെ കാട്ടി നല്ലതല്ല, എന്തായാലും ഭയങ്കര നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല, അത്ര ലാഗൊന്നുമില്ല. എൻഡിങ് ആയപ്പം ഭയങ്കര ഇതായി. ക്ലൈമാക്സ് പടം അടിപൊളി, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ കത്തിച്ചോ? ക്ലൈമാക്സ് കുഴപ്പമില്ല, നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ ഇതുവരെ കാണാത്തൊരു ജോർജ് കുട്ടിയല്ലേ കാണുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ണിലും ടൂലൊക്കെ അല്ല നമ്മള് പ്രതീക്ഷിക്കും, നമ്മള് ഇതിനകത്ത് വിചാരിക്കും. ഇതിൽ വരുമ്പോ കുറച്ചുകൂടെ മാസമായിട്ടുള്ള ഒരു ജോർജ് കുട്ടിയല്ലേ? കുറച്ചൊക്കെ കുറച്ച് മാസാ. മറ്റേക്ക് ഒരു സാധാരണക്കാരനല്ലായിരുന്നു. സാധാരണക്കാരൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഡിഫറൻസ്? ഫ്രണ്ട്സ് എന്തുവാ അടിപൊളിയായിരുന്നു. കൂടുതൽ പറയുന്നില്ല, വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അടിപൊളി സിനിമ, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. മോഹൻലാല് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്ടർ എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചേക്കും. ദൃശ്യം 1-ലും 2-നെക്കാട്ടിലും കൊള്ളാം. അതിൽ കൊള്ളാം. എല്ലാരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ. ക്ലൈമാക്സ് നമ്മൾ പ്രഡിക്റ്റബിൾ അല്ല. അടുത്തൊരു പാർട്ട് ഇട്ടത് ഒരു ഇതായിട്ട് തോന്നി. അടുത്ത പാട്ടുണ്ടല്ലോ സിനിമയ്ക്ക്, അതൊരു പാർട്ട് വരണമെന്നാണ് ആഗ്രഹം. സൂപ്പർ സിനിമ. സിനിമ കൊള്ളാം, നല്ല സിനിമ. പക്ക ഒരു ഫാമിലികൾ എല്ലാവരും ഏറ്റെടുക്കും ഉറപ്പായിട്ടും. നല്ല ദൃശ്യം 2-നെക്കാട്ടിലും കൊള്ളാം, 2-നെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നിരുന്നാലും കൊള്ളാം. പക്ഷെ നമ്മൾ ഇതിനെ കാണാത്തൊരു ജോർജ് കുട്ടിയല്ലേ കാണുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? ചില സീൻസിലൊക്കെ നമ്മൾ ഫസ്റ്റിൽ പ്രതീക്ഷിച്ച ഒരു ജോർജ് കുട്ടിയെ നമുക്ക് തേർഡിൽ കിട്ടാം. അത് എല്ലാവരും കണ്ട് തന്നെ. പേഴ്സണലി വെരി സാറ്റിസ്ഫൈങ് ആണ് ദൃശ്യം തേർഡ് ഇൻസ്റ്റാൾമെന്റ്. ഓഡിയൻസിനും വളരെയധികം ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കളക്ഷൻ വൈസ് ഇതൊരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ, ഓരോ സീൻ കാണാൻ വേണ്ടി നമുക്ക് അടുത്ത സീൻ കാണാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടോ? വളരെ രീതിയിൽ നെറേറ്റീവ് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്, ഓഡിയൻസിനെ ഹുക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 3 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ 2:40 ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ ക്ലൈമാക്സ് ഒരു വാവ് ഫാക്ടർ ആയിട്ട് പറയാൻ വേണ്ടിയുണ്ടോ? അതോ അങ്ങനെ നമ്മള് ക്ലൈമാക്സ് വാവ് ഫാക്ടർ പ്രതീക്ഷിച്ച് പോകാതെ ആ സിനിമ എന്താണോ നമ്മളിൽ കൂടെ ആ ഇമോഷണൽ എക്സ്പീരിയൻസ് കൊണ്ട് അതിലങ്ങ് പോയാൽ നമുക്ക് ആ ഒരു ജേർണി നല്ലായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവം തന്നെ കിട്ടിയോ? എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ നമ്മൾ ഞെട്ടിച്ചോ? ഓരോ സീൻ കഴിയുമ്പോഴേ അടുത്ത സീൻ എന്താണെന്ന് അങ്ങനെ ഒരു ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കണ്ടു നോക്കിയാലേ അറിയാം. ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തായിരുന്നു. 1-നെക്കാളും 2-നെക്കാളും മുകളിലുണ്ടോ? എല്ലാം നല്ല ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്വിസ്റ്റ്, അടിപൊളി. നമ്മൾ പ്രതീക്ഷ വന്ന ഒരു 1-ഉം 2-ന്റെ ആ ലെവലുണ്ടോ? കിടിലായിട്ടുണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിക്കോ? ഞെട്ടിക്കും. പക്ക എമോഷൻ സീൻസ് ഒക്കെ പക്കായിട്ട് കൺവേ ആവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ.